7 ദിവസം കൊണ്ട് 7 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ സാധിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം, ഞാൻ പറയില്ല. ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. പക്ഷെ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടത് എവിടെയാണ് എന്നതിന്റെ ഉത്തരം നിങ്ങൾ ആദ്യം കണ്ടെത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നേടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവർ ആണോ നിങ്ങൾ? ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ യൂട്യൂബ് വ്യൂവേഴ്സ്. എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ സന്തോഷത്തോടുകൂടി ഏറെ എന്താ പറയാ ആത്മസംതൃപ്തിയോടുകൂടി നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ്. ക്ലാസ് പങ്കെടുക്കുന്നവരോട് നിങ്ങളോട് എൻ്റെ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ക്ലാസ്സുകൾ എല്ലാം കേട്ടോളൂ, നല്ലത് തന്നെയാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം, ഞാൻ പറയില്ല. ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. പക്ഷെ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടത് എവിടെയാണ് എന്നതിന്റെ ഉത്തരം നിങ്ങൾ ആദ്യം കണ്ടെത്തണം. അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടത് പുറത്താണോ അകത്താണോ എന്നതിന്റെ ഉത്തരം ഒന്ന് ടൈപ്പ് ചെയ്ത് പെട്ടെന്ന്, എന്നിട്ട് ബാക്കി നമുക്ക് പോകണം. അത്ഭുതങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്, അതിന്റെ മാജിക് സംഭവിക്കാൻ നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. മാജിക് പുറത്ത് സംഭവിക്കണോ അകത്ത് സംഭവിക്കണോ? ഇതിന്റെ ഉത്തരത്തോടു കൂടി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പറയട്ടെ, ഉത്തരം പറയട്ടെ. അപ്പോൾ യെസ്, എല്ലാവർക്കും അറിയാം, എല്ലാവരും പറയുന്ന ഏകമായിരിക്കും അല്ലെ, പുറത്ത് പറയുന്നവരാരില്ല. അപ്പൊ നമുക്കുള്ളിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള സാഹചര്യം നമ്മളിൽ ഉണ്ടാക്കണം. ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട തൊലിക്കണമെങ്കിൽ അതിനൊരു ചൂട് തന്നെ വേണം. ആ ചൂട് കൂടിയാലും തൊലിക്കത്തില്ല, കുറഞ്ഞാലും തൊലിക്കത്തില്ല. അപ്പൊ ഇത് കൃത്യമായ പാകത്തിൽ പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞു തരുന്നവരെ ശരിക്കും മനസ്സിലാക്കിയിട്ട് അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരു തർക്കവും. അതിന് യാതൊരു വിഷയമില്ല. അതാണ് ശരിക്കും യഥാർത്ഥത്തിൽ അത്ഭുതം. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ ക്ലാസ്സുകൾ നിങ്ങൾ ഇതൊക്കെ ജീവിതത്തിലെ ഭാഗമാക്കി മാറ്റണം. അതുകൊണ്ട് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ഈ മാസം വേണ്ട അടുത്ത മാസം മതി എന്നൊന്നും പറഞ്ഞാൽ നിൽക്കരുത്. കാരണം ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യണം. ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ടതില്ല. കാരണം അത് പെട്ടെന്ന് തീരുമാനമായിക്കൊള്ളൂ അല്ലെ. ഭക്ഷണം കഴിക്കാത്തവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് കൂടുതൽ സമയം ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് ക്യാപ്സൂൾ എടുത്ത് കഴിക്കാം. തുടങ്ങാം ക്ലാസ്സിലേക്ക്. ക്യാപ്സൂളൊക്കെ കുറെ ദിവസം എവിടെ എവിടെയൊക്കെ വെച്ചിട്ടല്ലേ. എല്ലാവരും വെള്ളവും ക്യാപ്സൂളൊക്കെ എടുത്തോളൂ, പെട്ടെന്ന് എടുത്തോളൂ. കഴിക്കൂ. Happy and ready. Yes. Change my life. Change my mind. Change my life. Yes. Master my mind. Master my life. Yes. ഇതെല്ലാം റെഡി ഉണ്ട്. എല്ലാവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. റെഡി. സൂപ്പർ. ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോകും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാം. എത്ര പേർക്കത് കണക്റ്റായി കിട്ടുമെന്ന് നിങ്ങളൊന്ന് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അറിയാമല്ലോ. നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ആൾക്കാർക്ക്, ഇപ്പോൾ എൻ്റെ യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം എന്താണെന്ന് എഴുതാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ ജീവിതത്തിൽ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നേടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവർ ആണോ നിങ്ങൾ? ഒന്നുകിൽ ഒരു ജോലി, അല്ലെങ്കിൽ കുറച്ച് സമ്പത്ത്, അല്ലെങ്കിൽ ചെറിയൊരു ആരോഗ്യ വിഷയം, അല്ലെങ്കിൽ സന്തോഷകരമായ ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും പോകണം, ഒരു യാത്ര പോകണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ക്ഷേത്രത്തിൽ പോകണം. അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ പേരൊന്ന് താഴെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹം എന്നോട് പറയണമെന്നില്ല, വേണമെങ്കിൽ പറഞ്ഞോളൂ, വേണമെങ്കിൽ പറയണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതിന് ഉത്തരം യെസ് പറയട്ടെ. അടുത്ത ചോദ്യം, ഈ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും സ്വപ്നമായിട്ട് മാത്രമാണോ, അല്ല അതിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനെ ആ ഫീൽ ചെയ്യാൻ, ഞാൻ നേരത്തെ കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഒന്ന് എന്നെ കാണുമ്പോൾ ചിരിച്ചേ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കരയണമെന്ന് തോന്നുന്നവരാരും ഇവിടെ ഇല്ലല്ലോ. കരച്ചലിന്റെ ഫീലിംഗ് എന്നെ കാണുമ്പോൾ തോന്നുന്നവരാരും ഇല്ലല്ലോ. ഉണ്ടോ? ആരും ഉണ്ടാവാൻ സാധ്യതയില്ല.
വളരെ സാധ്യതയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ചിരിക്കാറില്ലേ? അത് അപ്പൊ എന്നെ കാണുമ്പോൾ ചിരി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫീലിങ്സ് ആണ്. അപ്പോഴാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ തോന്നുന്നത്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, അല്ല സ്വപ്നത്തെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ? എങ്കിൽ ആണ് നമുക്ക് സംസാരിക്കാനുള്ളത്. യെസ്, ഫീൽ ചെയ്യാൻ സാധിക്കണം. ഇനി ഇതാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന കാര്യം. നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ട് എന്നതൊന്നും വിഷയമേ അല്ല. അതല്ല നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. മറ്റെന്തായിരിക്കും? നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്ത് സ്വപ്നം കാണുന്നു എന്നതല്ല നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യം. അപ്പൊ എന്തായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യം? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്തായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യം? നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാം. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എന്തും നേടാം. ആഗ്രഹത്തിന് ശേഷം ഒരു സാധനം നിങ്ങൾക്കില്ലെങ്കിൽ അത് നേടാൻ സാധിക്കില്ല. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. 7 ദിവസം കൊണ്ട്, 7 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ സാധിക്കും. എന്തിനാണ് 7 ദിവസം? ആഗ്രഹിക്കുന്ന എന്തും നേടാൻ സാധിക്കുമെങ്കിൽ ഇന്ന് ആഗ്രഹിച്ച് ഇന്ന് തന്നെ നേടിയാൽ പോരെ. എന്തിനാ 7 ദിവസം കാത്തിരിക്കണേ? എന്തിനായിരിക്കും അത്? അപ്പോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടാൻ സാധിക്കണമെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കണം. അതിന്റെ ഇമോഷൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണം. ഈ ഇമോഷൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നേടാൻ അത്ര കണ്ട് സാധ്യമാവില്ല. 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതാവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടീസ് മൊഡ്യൂൾസ് ഞാൻ തരാം. ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന 7 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് ഉറപ്പുള്ളവർ മാത്രം ഇതിന് വന്നാൽ മതി. അവിടെയും കയറി വെച്ചിട്ട് ഇത് നിന്നിട്ട് എന്ന് പറഞ്ഞില്ല. വളരെ ലളിതമായി ഞാൻ സംഭവം പറഞ്ഞുതരാം. 7 ദിവസത്തെ പ്രാക്ടീസ്. ഒന്ന്, നിങ്ങൾക്ക് എന്ത് നേടണമെന്നുള്ള തീരുമാനം എടുക്കണം. എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ള തീരുമാനം, അതായത് പ്രഖ്യാപനം നടത്തണം. എനിക്ക് വീട്ടിലേക്ക് റോഡ് വേണം. പ്രഖ്യാപിച്ചു. എന്ത് വഴിയൊന്നുമില്ല, എനിക്ക് വീട്ടിലേക്ക് റോഡ് വേണം. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ ദിവസം ആ പ്രഖ്യാപനത്തെ കൃത്യമായി എഴുതി തയ്യാറാക്കി വിഷൻ ബോർഡ് പോലെ ആ ഒറ്റ കാര്യം ഞാൻ ചെയ്യുന്നുള്ളൂ. 7 ദിവസത്തിൽ ഒറ്റ കാര്യം മാത്രമേ ചെയ്യിപ്പിക്കുള്ളൂ. ഒരൊറ്റ കാര്യം മാത്രം. അത് കൃത്യമായി ഫോട്ടോ അടക്കം എഴുതി ഒട്ടിച്ച് അതിന് പ്രഖ്യാപിക്കുക. രണ്ടാമത്തെ ദിവസം ഇതിന്റെ വികാരമായിട്ട് തന്നെ അതിനെ പ്രകടിപ്പിക്കുക. എങ്ങനെ? പറഞ്ഞ് പ്രകടിപ്പിക്കണം. വെറുതെ അല്ല, പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് ഇന്ന സമയത്ത് റോഡ് വന്നിരിക്കുന്നു. ആ സമയത്ത് എന്താണോ അതൊക്കെ ഞാൻ മെത്തേഡ് പറഞ്ഞുതരാം. അതിനെ വികാരപരമായിട്ട്, അല്ലെ, പുഞ്ചിരിയോടുകൂടി. അപ്പൊ ഈ വികാരത്തിൽ നിന്നും മൂന്നാമത്തെ ദിവസം വൈബ്രേഷനുമായി കറക്റ്റ് ചെയ്യണം. ഇതിനെ വൈബ്രേഷനിൽ പൊരുത്തപ്പെടുത്തും. അത് കഴിഞ്ഞ് നാലാമത്തെ ദിവസം ഇതിനെ വിശ്വാസമാക്കി മാറ്റണം. എന്നിട്ടോ അതിനു വേണ്ടി പണിയെടുക്കണം. പ്രചോദിതമായിട്ടുള്ള നടപടിയെടുക്കണം. അത് കഴിഞ്ഞിട്ടോ നടപടി എടുത്തിട്ട് വന്നില്ല എന്ന് പറഞ്ഞ് നിന്നാൽ നടക്കുമോ? ഇല്ല, അല്ലെ? ഒരു റോഡ് വെട്ടണമെങ്കിൽ അതിൻ്റെതായ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി വരണം. അപ്പൊ അതിനാണ് പറയുന്നത് വിട്ടുകൊടുക്കൽ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 7ാമത്തെ ദിവസം എല്ലാത്തിനും നന്ദി പറഞ്ഞ് ആഘോഷിക്കണം. നമ്മൾ എനിക്കിത് കിട്ടി, പിന്നെന്താ ആഘോഷിക്കുന്നതിന്? അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ന്യൂറോൺസിനകത്ത് മാറ്റം വരുത്തണം. നിങ്ങളുടെ ബ്രെയിനിന്റെ ന്യൂറോൺ സിസ്റ്റത്തിൽ മാറ്റം വരുത്തണം. എങ്ങനെ? നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ പുതിയ ന്യൂറോൺസ് പാത്തുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അല്ലാതെ പറ്റില്ല. നിങ്ങൾ ഓൾറെഡി ഉള്ള, ഞാൻ പണ്ടേ അങ്ങനെയാണ്, അതിനെ മാറ്റിപ്പെടുത്താത്തോളം സാധിക്കില്ല. അതിന് റീപ്ലേസ്മെന്റ് ചെയ്യണം വേണ്ടതിലേക്ക്. എന്നിട്ടോ അതിന് ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഉപയോഗിക്കണം, ഡെയിലി അഫർമേഷൻസ് ഉപയോഗിക്കണം, പിന്നെ അതുപോലെ ജേർണലിംഗ് ചെയ്യണം. അങ്ങനെ കുറെ പ്രോസസ്സുകൾ ഉണ്ട്. ഈ പ്രോസസ്സുകൾ ചെയ്തിട്ട് നിങ്ങളെ മാറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു കോഴ്സ് ബിൽഡപ്പ് ചെയ്ത് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യാം. നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് തന്നെയാണ്, വേറെ ടെക്നിക്ക് മാത്രമല്ല, ഇത് പ്രാക്ടീസ് ആണ്. എന്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, ഏത് കാര്യവും നിങ്ങൾക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ഇത് സയൻസ് ആണ്. ഇതിൽ ഒരു മാജിക്കും ഒന്നുമില്ല. നിങ്ങളുടെ മൈൻഡ് മാറ്റിയാൽ മാത്രം മതി. ഇതിന് പ്രോഗ്രാമാണ്. ഇത് വേണം. ഇത് ഞാൻ ക്ലാസ് നിങ്ങൾക്ക് തരാൻ പോകുന്ന വാട്സപ്പിലൂടെ മാത്രമാണ്. കാരണം വാട്സപ്പിലൂടെ മാത്രം പ്രാക്ടീസുകൾ വേറെ ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഓഡിയോ തരും, അത് കേൾക്കുക. കുറച്ച് ചെറുതായിരിക്കും തരുന്നത്, കുറെ ചെറുത്. ഇന്ന് കാര്യങ്ങൾ ഇത് ചെയ്യുക, ഇത്ര മാത്രമേ ഞാൻ പറയുള്ളൂ. ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നും പറയില്ല. ഈ മെത്തേഡ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഓരോ ആളും ചെയ്തിട്ടിട്ട് വരുമ്പോൾ
ഞാൻ പറയും പോരാ, ശരിയായില്ല, വീണ്ടും ചെയ്യൂ, റീത്തിങ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 7 ദിവസത്തെ പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ഉടനെ ജോയിൻ ചെയ്തോളൂ. വേണമെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് തുടങ്ങാം. വേണ്ടവർ മാത്രം ജോയിൻ ചെയ്തോളൂ.